നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 19 തീയതി കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് നാളെ. കടബാധ്യതകൾ തീർന്നു കിട്ടുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് ഉണ്ടാകുവാനും നമ്മുടെ കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുവാനും അമിതമായ പാഴ്ചിലവുകൾ ഇല്ലാതാകുവാനും നാളെ രാത്രി 12 മണിക്ക് മുൻപായി ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പണത്തെ കൂടുതലായും നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുവാൻ അല്ലെങ്കിൽ പണത്തെ വശ്യം ചെയ്യുവാൻ ധാരാളം മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം പവർഫുള്ളായ ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതുമാണ്. നാളെ ഒരേ ഒരു ദിവസം മാത്രം ചെയ്യേണ്ട താന്ത്രിക പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത്. നാളെ കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച ദിവസം ഇനി പറയാൻ പോകുന്ന അതിസൂക്ഷ്മമായ വസ്തുക്കളൊന്ന് കത്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ എരിച്ചു നോക്കൂ. തീർച്ചയായും നിരന്തരമായ ലക്ഷ്മി കടാക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. ഈ താന്ത്രികം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഈ കലിയുഗത്തിൽ ഒട്ടുമിക്ക പേരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്നാൽ അത് കടബാധ്യതയും സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിലും തീർച്ചയായും ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ. രാമായണ മാസം കൂടി ആയതുകൊണ്ട് തന്നെ നാളെ കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ച ദിവസം നോൺ വെജ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നോൺ വെജ് ഒഴിവാക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നാളെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തതിന് ശേഷം വൈകിട്ട് നിങ്ങൾക്ക് നോൺ വെജ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളും ഒരു കാരണവശാലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാനും പാടില്ല. എന്നാൽ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുമ്പോൾ ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി പുലവാലായ്മയുള്ളവർക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ആർക്കെല്ലാം ചെയ്യാമെന്ന് ചോദിച്ചാൽ, കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും, പണയം വെച്ച സ്വർണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ, കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി വിഷമിക്കുന്നവർ, ഇനി കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാനാവാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ ഒരു അത്ഭുതകരമായ താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇനി ഏത് സമയത്ത് ഈ താന്ത്രിക പരിഹാരം ചെയ്യുമ്പോഴാണ് ഇരട്ടി ഫലം ലഭിക്കുന്നതെന്ന് നോക്കാം. നാളെ 30 വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ ഈ വഴിപാട് ചെയ്യുന്നതാണ് അത്യുത്തമം. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 മണി വരെയും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും, രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. ഈ പറഞ്ഞ ഈ 3 സമയത്തിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് രാഹുകാലം ഒഴികെ നാളെ ജൂലൈ 19 തീയതി 30 വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാളെ വെള്ളിയാഴ്ച ദിവസം രാഹുകാലം എപ്പോഴാണെന്നാൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഇനി ശുക്രഹോര സമയത്തിന് എന്താണ് പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് സാക്ഷാൽ ശുക്രഭഗവാനാണ്. അങ്ങനെയുള്ള ശുക്രഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ഏതാണെന്നാൽ അത് വെള്ളിയാഴ്ചയും, വിശേഷപ്പെട്ട സമയം ഏതാണെന്നാൽ അത് ശുക്രഹോരയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പണവശ്യ പരിഹാരങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാവരും മാക്സിമം ശുക്രഹോരയിൽ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം.
ആദ്യം തന്നെ 3 ഏലക്കയും 3 ഗ്രാമ്പുവുമാണ് ആവശ്യമുള്ളത്. ജനവശ്യശക്തിയും പണവശ്യശക്തിയും വളരെ കൂടുതലുള്ള വസ്തുക്കളാണ് ഏലക്കയും ഗ്രാമ്പുവും. അതുകൊണ്ട് തന്നെ ഏലക്ക എടുക്കുമ്പോൾ ആ ഏലക്കയ്ക്കുള്ളിലെ വിത്തുകൾ പോകാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക നോക്കിയെടുക്കുക. ഗ്രാമ്പു എടുക്കുമ്പോഴും മുട്ടോടു കൂടിയ ഒടിയാത്ത ഗ്രാമ്പു നോക്കി എടുക്കുക. ഇനി ഏലക്കയും ഗ്രാമ്പുവും പുതുതായി വാങ്ങണമെന്നില്ല. ഓൾറെഡി വീട്ടിലുള്ള ഗ്രാമ്പുവും ഏലക്കയും തന്നെ എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി ആവശ്യമുള്ളത് ഒരു വലിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ്. ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണെങ്കിൽ 3 കഷ്ണം വരെ പച്ചക്കർപ്പൂരം എടുക്കാവുന്നതാണ്. പണവശ്യ താന്ത്രികത്തിന് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന അതിശക്തിയാർന്ന വസ്തുവാണ് പച്ചക്കർപ്പൂരം. കൂടാതെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള വസ്തു കൂടിയാണ് പച്ചക്കർപ്പൂരം. ഇതുകൂടാതെ 2 കഷ്ണം കറുകപ്പട്ടയും 2 നോർമൽ കർപ്പൂരവും, അതായത് സാധാരണ കർപ്പൂരവും, അവസാനമായി കുറച്ച് രാമച്ചവും എടുക്കുക. പച്ചക്കർപ്പൂരവും രാമച്ചവും സാധാരണ കർപ്പൂരവും എല്ലാ പൂജാ സ്റ്റോഴ്സിൽ നിന്നും നമുക്ക് വാങ്ങാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ചക്കർപ്പൂരവും രാമച്ചവും സാധാരണ കർപ്പൂരവും ഇല്ല എങ്കിൽ ഇന്ന് തന്നെ അത് വാങ്ങി വെക്കുക. ഇനി നിങ്ങളുടെ പക്കൽ രാമച്ചം ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കി 5 വസ്തുക്കൾ ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ വസ്തുക്കളെല്ലാം പശുവിൻ നെയ്യ് ഉപയോഗിച്ചാണ് കത്തിക്കേണ്ടത്. നെയ്യ് എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ നെയ്യ് നോക്കി തന്നെ വാങ്ങുക. ഇനി ഈ വസ്തുക്കളെല്ലാം തന്നെ ഒരു മൺവിളക്കിൽ വെച്ചാണ് കത്തിക്കേണ്ടത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യ് ഉപയോഗിച്ച് ഇത് കത്തിക്കാവുന്നതാണ്. നെയ്യ് ഉപയോഗിച്ച് ഇത് കത്തിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ നല്ലൊരു നറുമണം നമുക്ക് ലഭിക്കുന്നത്. ഈ വസ്തുക്കൾ കത്തുമ്പോൾ അതിലൂടെ വരുന്ന വാസന അല്ലെങ്കിൽ സുഗന്ധമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഈ വസ്തുക്കൾ പൂർണ്ണമായും കത്തണമെന്നില്ല. ഒരു 80% കത്തിയാൽ മതി. അതിനായി ഈ വസ്തുക്കൾക്ക് മുകളിൽ നെയ്യൊഴിച്ച് 2 കർപ്പൂരം വെച്ച് ഇത് കത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഭാഗത്തോ അതുമല്ലെങ്കിൽ വീടിന്റെ ഹാളിലോ ഇത് കത്തിക്കാവുന്നതാണ്. ഈ വസ്തുക്കളെല്ലാം കത്തുമ്പോൾ അതിലൂടെ വരുന്ന സുഗന്ധമാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഈ വസ്തുക്കൾ കത്തുമ്പോൾ പണം വശ്യമാകണം, പണം കുമിഞ്ഞുകൂടണം, പണം വീട് തേടി വരണം, ലക്ഷ്മി കടാക്ഷം വന്നു ചേരണം, 16 തരത്തിലുള്ള സമ്പത്തും വന്നു ചേരണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ഈ വസ്തുക്കളെല്ലാം കത്തിത്തീരുവാൻ ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കുകയുള്ളൂ. ആ ഒരു 10 മിനിറ്റും സമാധാനത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഈ മൺവിളക്ക് അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഈ വസ്തുക്കളെല്ലാം നല്ലതുപോലെ കത്തിത്തീർന്ന് അതിൽ നിന്നും പുക വരുന്നത് അവസാനിക്കുമ്പോൾ ഈ മൺവിളക്കിലെ ചാരം ഡസ്റ്റ്ബിന്നിൽ ഇടാവുന്നതാണ്. പിന്നീട് ഈ മൺവിളക്ക് കഴുകി വെക്കാവുന്നതാണ്. അതിനുശേഷം മറ്റേതൊരു പരിഹാരത്തിനും ഈ മൺവിളക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന മൺവിളക്ക് വീണ്ടും വിളക്ക് കൊളുത്തുവാൻ ഉപയോഗിക്കരുത്. അത് ഇതുപോലെയുള്ള പരിഹാരത്തിനായി മാറ്റിവെക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ നാളെ 30 വെള്ളിയാഴ്ച ദിവസം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ. 100% നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.